ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഫൈനാൻഷ്യൽ അനാലിസിസ്. ഫൈനാൻഷ്യൽ അനാലിസിസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ 3 ways: on the basis of material used, on the basis of objective of the analysis, on the basis of modus operandi അല്ലെങ്കിൽ മോഡ് ഓഫ് ഓപ്പറേഷൻ. ആ രീതിയിൽ നമുക്ക് ഫൈനാൻഷ്യൽ അനാലിസിസിനെ 3 ഹെഡ്സിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താവുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഫൈനാൻഷ്യൽ അനാലിസിസ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി വളരെ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് എക്സാമിന് റെഗുലറായിട്ട് ചോദിക്കാറുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. നമുക്ക് ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. ഓൺ ദി ബേസിസ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്. On the basis of material used, financial analysis can be classified into 2 types. First one, external analysis. Second one, internal analysis. ഇനി എന്താണ് external analysis എന്ന് നമുക്ക് നോക്കാം. This type of analysis is done by those who are outside to the business. The outsiders are investors, creditors, government, etc. It is based on the published financial statements. അപ്പോൾ കൃത്യമാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. എക്സ്റ്റേണൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പുറത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് നടത്തുന്ന അനാലിസിസ് ആണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, ഫൈനാൻഷ്യൽ അനാലിസിസ് നടത്തണമെങ്കിൽ നമുക്ക് എന്താവശ്യമുണ്ട്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ഇതിന് നമുക്ക് 2 രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗപ്പെടുത്താം. പബ്ലിഷ്ഡ് ആയ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗപ്പെടുത്താം, പബ്ലിഷ്ഡ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗപ്പെടുത്താം. സാധാരണ പബ്ലിഷ്ഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉദ്ദേശിക്കുന്നത് ഓഡിറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? പബ്ലിഷ്ഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഒന്നുമില്ല, എക്സ്റ്റേണൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അതായത് ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ്, എക്സെട്ര. നെക്സ്റ്റ് അതിൽ രണ്ടാമത്തെ പോയിൻ്റാണ് ഇൻറ്റേർണൽ അനാലിസിസ്. അപ്പം ദിസ് ഈസ് ഡൺ വിത്തിൻ ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യുന്ന അനാലിസിസ് ആണ് എന്ത്? ഇൻറ്റേർണൽ അനാലിസിസ്. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്, അത് മാനേജ്മെൻ്റ് ആയിരിക്കും എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് ഡൺ ഫോർ ഇൻറ്റേർണൽ പേർപ്പസ്. Done for internal purpose. This is undertaken by management. These are not published. അതെന്താണ്? ഇൻറ്റേർണൽ യൂസിന് വേണ്ടിയിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള അനാലിസിസ് പബ്ലിഷ് ചെയ്യപ്പെടുന്നില്ല എന്നുകൂടി മനസ്സിലാക്കുക. ദീസ് ആർ യൂസ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പേർപ്പസസ്. നമുക്കറിയാം, മാനേജ്മെൻറ്റിൻ്റെ മേജർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് ടൈമിൽ പ്രോപ്പർ ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നടത്തുന്ന അനാലിസിസ് ആണ് എന്ത്? ഇൻറ്റേർണൽ അനാലിസിസിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് മെറ്റീരിയൽ നമുക്ക് ഇൻറ്റേർണൽ അനാലിസിസ്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ അനാലിസിസ് എന്ന് നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താവുന്നതാണ്. നെക്സ്റ്റ് അടുത്ത മേജർ ഹെഡിലേക്ക് പോവാം. ഓൺ ദി ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി അനാലിസിസ്. On the basis of objective of the analysis can be classified into 2: short term analysis അതുപോലെ തന്നെ ലോങ് ടേം അനാലിസിസ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഫസ്റ്റ് വൺ ഷോർട്ട് ടേം അനാലിസിസ്. ഷോർട്ട് ടേം it is made to determine the short term solvency, liquidity, earning capacity of the business. സോൾവൻസി അല്ലെങ്കിൽ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഏണിംഗ് കപ്പാസിറ്റി, ഇതൊക്കെ എന്താണെന്നുള്ളത് റേഷ്യോ എന്ന ചാപ്റ്ററിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഷോർട്ട് ടേം സോൾവൻസി, ലിക്വിഡിറ്റി, ഏണിംഗ് കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ
ഓർഗനൈസേഷൻ്റെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അല്ലെങ്കിൽ ഷോർട്ട് ടേമിലേക്ക് ഡെപ്റ്റ് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന അനാലിസിസ് ആണ്. ദി പർപ്പസ് ഓഫ് ദി അനാലിസിസ് ഈസ് ടു നോ വെദർ ദ ബിസിനസ് വിൽ ഹാവ് ആഡിക്വേറ്റ് ഫണ്ട്സ് അവൈലബിൾ ഫോർ ഇറ്റ്സ് ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്. ഷോർട്ട് ടേമിലേക്ക് ചിലപ്പോൾ എന്താണ് സാലറി, വേജസ്, അത്തരത്തിലുള്ള ഷോർട്ട് ടേം റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ ബിസിനസ് ഓർഗനൈസേഷൻ ക്യാപ്പബിൾ ആണോ എന്നറിയാൻ വേണ്ടി നടത്തുന്ന അനാലിസിസ് ആണ് എന്ത്, ഷോർട്ട് ടേം അനാലിസിസ്. അപ്പോൾ ഷോർട്ട് ടേമിലേക്ക് ഡെപ്റ്റ് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് ഉണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പേ നടത്താൻ അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ ബിസിനസ് ഓർഗനൈസേഷൻ ക്യാപ്പബിൾ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന അനാലിസിസ്. നെക്സ്റ്റ് അതിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ലോങ് ടേം അനാലിസിസ്. ഇതിന് വിപരീതമായിട്ട് വരുന്ന ഒന്നാണ് ദിസ് അനാലിസിസ് ഈസ് മെയ്ഡ് ടു ഡിറ്റർമൈൻ ദ ലോങ് ടേം സോൾവൻസി. ഇവിടെ സ്ട്രെസ് ചെയ്യുക, ലോങ് ടേം സോൾവൻസി, സ്റ്റെബിലിറ്റി ആൻഡ് ഫ്യൂച്ചർ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്. ഇറ്റ് ഹെൽപ്സ് ടു നോ whether a business will be able to earn sufficient amount of rate of return on investment in the long run so as to provide fund for future growth, expansion, development and modernization of the business. അപ്പം ബിസിനസ് ലോങ് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ ക്യാപ്പബിൾ ആണോ, ബിസിനസ്സിന് ഇനി ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ പറ്റുമോ ലോങ് ടേമിലേക്ക്, അതുപോലെ തന്നെ അതിൻ്റെ മോഡേണൈസേഷൻ, എക്സ്പാൻഷൻ, ഡെവലപ്മെൻറ്റിനൊക്കെ പോസിബിൾ ആണോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, ലോങ് ടേം ആയിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന അനാലിസിസ് ആണ് എന്ത്, ലോങ് ടേം അനാലിസിസ്. അപ്പം ബിസിനസ്സിൻ്റെ ലോങ് ടേം സോൾവൻസി, സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ഫ്യൂച്ചർ ഏർണിംഗ് കപ്പാസിറ്റി, ഇതൊക്കെ പിന്നെ ഓക്കെ ആണോ എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ എന്ത് നടത്തുക, ലോങ് ടേം അനാലിസിസ് നടത്തുക. അപ്പോൾ ആ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്ന് ഷോർട്ട് ടേം ബിസിനസ്സിൻ്റെ ഒബ്ലിഗേഷൻസ്, ലിക്വിഡിറ്റി, സോൾവൻസി ആണെങ്കിൽ, മറ്റൊന്ന് എന്താണ് ലോങ് ടേമിലേക്ക് ബിസിനസ് എന്താണ് സോൾവൻ്റ് ആണോ, സ്റ്റെബിലിറ്റി ഉണ്ടോ, ഏർണിംഗ് കപ്പാസിറ്റി ഉണ്ടോ, ഇതൊക്കെ ഓക്കെയാണ്. അതുപോലെ തന്നെ ഇതിന് എക്സ്പാൻഷൻ, മോഡേണൈസേഷൻ, ഡെവലപ്മെൻറ്റ്, ഇതിനൊക്കെ വേണ്ട സഫിഷ്യൻറ്റ് റിട്ടേൺ നേടാൻ ഈ കമ്പനിക്ക് ആവുന്നുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിൽ പോവാം. ഓൺ ദി ബേസിസ് ഓഫ് മോഡസ് ഓപ്പറാൻഡി, അതായത് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. ഓൺ ദി ബേസിസ് ഓഫ് മോഡ് ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ മോഡസ് ഓപ്പറാൻഡി. ചിലപ്പോൾ മോഡസ് ഓപ്പറാൻഡി എന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുക. അപ്പം നിങ്ങൾ അടിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മോഡസ് ഓപ്പറാൻഡി വളരെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷനാണ്. ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് ഓപ്പറേഷൻ, ക്ലാസിഫിക്കേഷൻ 1, ഹോറിസോണ്ടൽ അനാലിസിസ്. ഹോറിസോണ്ടൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ when financial statement for a number of years are analyzed, the analysis is called horizontal analysis. അപ്പോൾ എന്താണ്, 2, 3, 4, 5 വർഷത്തെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അനാലിസിസ് നടത്തുകയാണ്. സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ 5 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റിനെടുത്ത് അനാലിസിസ് നടത്തുകയാണ്. പ്രോഫിറ്റിൽ എന്താണ് സംഭവിച്ചത്, ഏത് രീതിയിലാണ് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായത് എന്ന് മനസ്സിലാക്കുക. അത്തരത്തിലുള്ള അനാലിസിസൊക്കെ നമ്മൾ എന്താണ് വിളിക്കുക, ഹോറിസോണ്ടൽ അനാലിസിസ് എന്നാണ് വിളിക്കുക. അപ്പോൾ മോർ ദാൻ 1 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, 2, 3, 4, 5, 10 ഒക്കെ എടുത്ത് നമ്മൾ നടത്തുന്ന അനാലിസിസിനാണ് എന്ത് പറയുന്നത്, ഹോറിസോണ്ടൽ അനാലിസിസ്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, when financial statement for a number of years are analyzed, the analysis is called horizontal analysis. For example ആണ് സ്റ്റഡി ഓഫ് പ്രോഫിറ്റബിലിറ്റി ട്രെൻഡ്സ് ഫോർ എ പീരീഡ് ഓഫ് 5 or 10 years. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡയനാമിക് അനാലിസിസ്. ഇതിൻ്റെ മറ്റൊരു പേര് എന്ത് ചെയ്യുക, ഡയനാമിക് അനാലിസിസ് എന്നുള്ളത് കൂടി നമ്മൾ മൈൻഡിൽ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഹോറിസോണ്ടൽ അനാലിസിസ് കൃത്യമായിട്ട് നമ്മൾ ഓർത്ത് വെക്കണം, മാറിപ്പോകുന്നതാണ്. ഇപ്പോൾ എന്താണ്, വളരെ ഒന്നിലധികം വർഷത്തെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് അനാലിസിസ് നടത്തുന്നതിനാണ് എന്ത് പറയുന്നത്, ഹോറിസോണ്ടൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ്, ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് നമ്മൾ പഠിക്കും.
ഒന്ന് ട്രെൻഡ് അനാലിസിസ്, അതുപോലെ തന്നെ മറ്റൊന്ന് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്ന ടൂൾസ്. രണ്ടോ മൂന്നോ വർഷത്തേക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് അനാലിസിസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകളാണ് പറഞ്ഞത്. ഓക്കെ. നെക്സ്റ്റ്, വെർട്ടിക്കൽ അനാലിസിസ്. ദിസ് റെഫേഴ്സ് ടു ദി സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് ഐറ്റംസ് ഇൻ ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ വൺ അക്കൗണ്ടിങ് പീരീഡ്. ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക, വൺ അക്കൗണ്ടിങ് പീരീഡ്. അതുകൊണ്ട് എന്താണ്, വൺ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നമ്മൾ അനാലിസിസിന് വേണ്ടി എടുക്കും. ഫോർ എക്സാമ്പിൾ, കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റീസും തമ്മിൽ കമ്പയർ ചെയ്യാം. ഓക്കെ. അവിടെ എന്താണ്, നമ്മളെ ബാലൻസ് ഷീറ്റിലുള്ള രണ്ട് ഐറ്റംസ്, ഒരു വർഷത്തെ നമ്മളെ ബാലൻസ് ഷീറ്റിലുള്ള രണ്ട് ഐറ്റംസിന് മാത്രമാണ് നമ്മൾ എടുക്കുക. അപ്പോൾ എന്താണ്, അതെന്തിന് എക്സാമ്പിളാണ്, വെർട്ടിക്കൽ അനാലിസിസിന് എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ്, വെർട്ടിക്കൽ അനാലിസിസ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റാറ്റിക് അനാലിസിസ്. ഓർത്ത് വെക്കുക, സ്റ്റാറ്റിക് അനാലിസിസ് ഓർ സ്ട്രക്ചറൽ അനാലിസിസ്. 2 പോയിന്റ് ഓർത്ത് വെക്കുക. ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് റേഷ്യോസ്. ഇപ്പോൾ എന്താണ്, കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റീസും കമ്പയർ ചെയ്യേണ്ട കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലാബിലിറ്റീസ്, എങ്ങനെയാണ് അത് കമ്പയർ ചെയ്യുക. അപ്പോൾ അവിടെ അതെന്താണ്, എക്സാമ്പിളാണ്. എന്തിന്, അക്കൗണ്ടിങ് റേഷ്യോസിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്. കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് +2 ലെവലിൽ. ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളിവിടെ പഠിക്കും. കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് അതെന്തിന് എക്സാമ്പിളാണ്, വെർട്ടിക്കൽ അനാലിസിസിന് എക്സാമ്പിളാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്, ഹൊറിസോണ്ടൽ അനാലിസിസ് അതുപോലെ തന്നെ വെർട്ടിക്കൽ അനാലിസിസ്. ഹൊറിസോണ്ടൽ അനാലിസിസിൽ ബാലൻസ് ഷീറ്റ് ഒന്നിലധികം വർഷത്തത് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അനാലിസിസ് നടത്തുന്നത്. അതേ സ്ഥാനത്ത് വെർട്ടിക്കൽ അനാലിസിസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ബാലൻസ് ഷീറ്റ് എടുത്തിട്ടാണ് അനാലിസിസ് നടത്തുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഡൈനാമിക് അനാലിസിസ് എന്നാണ് അതിൻ്റെ മറ്റൊരു പേര്. ഇവിടെ ഹൊറിസോണ്ടലിൻ്റെ മറ്റൊരു പേര് ഡൈനാമിക് അനാലിസിസ്. വെർട്ടിക്കൽ അനാലിസിസിൻ്റെ മറ്റൊരു പേരാണ് സ്റ്റാറ്റിക് അനാലിസിസ് ഓർ സ്ട്രക്ചറൽ അനാലിസിസ്. അപ്പോൾ അതാണ് നമുക്ക് അവസാനമായിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഒന്നുകൂടി ആ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കി വെക്കുക. ടൈപ്സ് ഓഫ് ഫൈനാൻഷ്യൽ അനാലിസിസ് ആയിരുന്നു ഓൺ ദി ബേസിസ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്, അതുപോലെ തന്നെ ഓൺ ദി ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി അനാലിസിസ്, ഓൺ ദി ബേസിസ് ഓഫ് മോഡ് ഓഫ് ഓപ്പറേഷൻ. അങ്ങനെയായിരുന്നു നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. അതിൽ ഓൺ ദി ബേസിസ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് നമുക്ക് 2ആയിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തി, എക്സ്റ്റേണൽ അനാലിസിസ് അതുപോലെ തന്നെ ഇൻറ്റേർണൽ അനാലിസിസ്. നെക്സ്റ്റ്, ഓൺ ദി ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി അനാലിസിസ് നമ്മൾ ഷോർട്ട് ടേം അനാലിസിസ് അതുപോലെ തന്നെ ലോങ് ടേം അനാലിസിസ് എന്ന് 2ആയിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തി. നെക്സ്റ്റ്, മൂന്നാമത്തത് ഓൺ ദി ബേസിസ് ഓഫ് മോഡ് ഓഫ് ഓപ്പറേഷൻ, ഹൊറിസോണ്ടൽ അനാലിസിസ് അതുപോലെ തന്നെ വെർട്ടിക്കൽ അനാലിസിസ് എന്നും നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തി. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി പഠിക്കുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.